ലോർഡ് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ബഹുമാനപ്പെട്ട സെഗ്യോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛനായ ഷോജി ഒരിക്കലച്ഛൻ നയിക്കുന്ന ബെത്സൈദ മൂന്നാം വെള്ളി കൺവെൻഷൻ എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച സെഗ്യോനിൽ ആ കൺവെൻഷൻ നടക്കുകയാണ്. അതിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട ഷോജി ഒരിക്കലച്ഛനാണ്. ആ കൺവെൻഷനിൽ ബ്രദറും പങ്കെടുക്കുന്നുണ്ട്. ആദ്യ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ഛൻ നടത്തുന്ന 10,000 പങ്കെടുക്കുന്ന അഭിഷേകാഗ്നി കൺവെൻഷൻ. രണ്ടാമത്തെ വെള്ളിയാഴ്ചയും 1000 പങ്കെടുക്കുന്ന കൺവെൻഷൻ. ബിജു അച്ഛൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ദൈവമക്കൾ പങ്കെടുക്കുന്ന കൺവെൻഷൻ. നാലാമത്തെ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട ക്രിസ്തു അച്ഛൻ നയിക്കുന്ന കൺവെൻഷൻ. ഈ കൺവെൻഷനിലേക്കെല്ലാം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അഭിഷേകാഗ്നി മലയിൽ എല്ലാ ശനിയാഴ്ചയും ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്ന കൺവെൻഷനിൽ. രാവിലെ 9 മണിക്ക് തുടങ്ങും. മൂന്നാമത്തെ ശനിയാഴ്ച ബ്രദറും ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കവും പരിശുദ്ധവുമായ ഭക്തി എന്താണ്? യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഭക്തി പ്രകടമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ്? നിഷ്കളങ്കമായ ഭക്തി, പരിശുദ്ധി നിറഞ്ഞ ഭക്തി. അതിന് ഇത് ലഭിക്കാൻ എന്ത് ചെയ്യണം? അനാഥരെയും വിധവകളെയും സഹായിക്കണം. ചുരുക്കം പറഞ്ഞാൽ പാപങ്ങളെ സഹായിച്ചുകൊണ്ടാണ്, പാപങ്ങളെ സ്നേഹിച്ചും സഹായിച്ചും നമുക്കുള്ളത് അവർക്ക് കൊടുത്തുകൊണ്ട്, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവർക്ക് സഹായങ്ങൾ പൈസയ്ക്ക് പൈസയായിട്ടോ ആളായിട്ട് ആളുകൊണ്ടും അവർക്ക് എന്താണ് സഹായം വേണ്ടത് അത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലുള്ള നിഷ്കളങ്കവും പരിശുദ്ധി നിറഞ്ഞുമായ ഭക്തി. രണ്ടാമത്, ഈ ലോകത്തിൻ്റെ അശുദ്ധി, ലോകത്തിൻ്റെ പാപം, ലോകത്തിൻ്റെ മ്ലേച്ഛത നമ്മളിൽ കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് ലോകം മുഴുവൻ അശുദ്ധി നിറഞ്ഞതാണ്, പാപമംഗലമാണ്. അതിൻ്റെ ഒരു തരി പോലും നമ്മുടെ ശരീരത്തിലും ആത്മാവിലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ലോകത്തിൻ്റെ അശുദ്ധി നമ്മുടെ ശരീരത്തിൽ വരാതെ, ആ കളങ്കമേൽക്കാതെ നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും കാത്തു സൂക്ഷിക്കുന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കവും പരിശുദ്ധവുമായ ഭക്തി. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, അനാഥകളെയും വിധവകളെയും സഹായിക്കുക. ചുരുക്കത്തിൽ പാവപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ പണം ചോദിച്ചു വരുന്നവർ, നിങ്ങളുടെ മുമ്പിൽ സഹായം ചോദിച്ചു വരുന്നവർ, അവരെ സഹായിക്കുക. അവരെ ആട്ടി ഓടിക്കാതിരിക്കുക. അവരെ ആട്ടി ഓടിച്ചും അവരെ സഹായിക്കാതെയും പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? വലിയൊരു ഭക്തനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? നിഷ്ഫലമാണ്. ദൈവം ആ പ്രാർത്ഥന സ്വീകരിക്കില്ല. നീ ശരീരത്തിൽ സകല പാവത്തിനെ മ്ലേച്ഛത സ്വീകരിച്ചിട്ട് പുറത്തേക്ക് ഭക്തി കാണിച്ചിട്ട് എന്താ കാര്യം? പിതാവായ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കില്ല. അതല്ല ഭക്തി. ഭക്തി ഈ 2 മേഖലയിലാണ്. ദൈവം അത് നമുക്ക് തരട്ടെ എന്നും അതിനുവേണ്ടി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പാലക്കാട് നിന്ന് ബ്രദർ സൈമൺ വടക്കൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.